ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അച്ചു വാവാസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചേമ്പൻ തണ്ട് കറിയാണ്, ഒരു നാടൻ കറിയാണ്. അപ്പോൾ അതിനോട് ഈ ഒരു ചേമ്പൻ തണ്ടാണ് നമ്മൾ അരിയാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിതാ ചേമ്പൻ തണ്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത്ര ചേമ്പൻ തണ്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ചേമ്പൻ തണ്ടിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്: വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായ തനി നാടൻ പച്ചമുളകാണ്. നിങ്ങൾ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ കണ്ടില്ലേ പച്ചമുളക് പൊളിക്കുന്നത്? നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാന്താരി മുളക് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ ചെറിയുള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചേമ്പൻ തണ്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. മുറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇവിടെ ചതച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ, മാറ്റി വയ്ക്കണം. പിന്നെ ഈ ഒരു വലുപ്പത്താണ് നമ്മുടെ ചേമ്പൻ തണ്ട് അരിഞ്ഞ് വയ്ക്കേണ്ടത്. ഈ ഒരു വലുപ്പം മതി. അപ്പോൾ എല്ലാ ചേമ്പൻ തണ്ട് നമ്മളിവിടെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഇതാ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാൻ എടുക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക്, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് പാകമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അത് മൂടി വെച്ചിട്ട് വേവിക്കുക. അത് തിളയ്ക്കണ വരെ നമുക്കത് വേവിച്ചെടുക്കണം. അത് വെള്ളം നല്ലപോലെ തിളച്ച് വരണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തുറന്നാക്കാൻ പോകണം. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലൊക്കെ ഇതിൻ്റെയൊക്കെ സത്തൊക്കെ നേരെ അടങ്ങിയിട്ട് നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേമ്പൻ തണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചേമ്പൻ തണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ മൊത്തത്തിലുള്ള ചേമ്പൻ തണ്ട് ഇവിടെ അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളിതാ അവിടെ അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേമ്പൻ തണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.